ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിനെതിരായ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കുറ്റാരോപിതന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. രാഹുൽ വിജയൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ, വലിയ നാടിനെ വേദനിപ്പിച്ചൊരു വിധിയാണ് വണ്ടിപ്പെരിയാർ കേസിൽ ഉണ്ടായത്. അപ്പോൾ തന്നെ സർക്കാർ പ്രതികരിക്കുകയുണ്ടായി. വിഷയത്തിൽ അപ്പീലിന്റെ സാധ്യതകളിലേക്ക് പോകുമെന്ന്. അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ? വേണു, തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കട്ടപ്പന അതിവേഗ കോടതി പ്രതിയായിരുന്ന അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവം നടത്തിയത്. ഇതിന് പിന്നാലെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവ് ശേഖരണം ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അപ്പീൽ പോകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ DGP ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നുള്ള ആവശ്യം ഈ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയും ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ എന്തായാലും ഈ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി ഈ പ്രതിയായിരുന്ന വെറുതെ വിട്ട അർജുന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അത് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു.